ഇന്നലെ പുറത്തൊക്കെ പോയി കുറച്ച് തിരക്കിലായോണ്ട് ഇന്നലത്തെ പൂക്കളത്തിന്റെ വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ ന്യൂനൂസിന് ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് പതിവില് നേരത്തെ എഴുന്നേറ്റ് എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കണമായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് രാത്രി ബേബി വന്നോണ്ട് എനിക്ക് രാവിലത്തെ വിശേഷങ്ങൾ വീഡിയോ എടുത്തു തരാൻ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോയ്ക്ക് ലെങ്ത് സാധാരണക്കായും കുറച്ച് കൂടും കേട്ടോ. ഒരു 5:45 ഞങ്ങൾ പൂക്കളൊക്കെ പറിക്കാൻ ഇറങ്ങിട്ടോ. ഇന്നലെ ബേബിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഉത്സാഹമായിരുന്നു എല്ലാം ചെയ്യാൻ. ഓരോ ദിവസം കഴിയുന്തോറും പൂക്കളും കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ദാ ഈ വെള്ളപ്പൂ മാത്രം ലാവിഷായിട്ടുണ്ട്. ഇത് വെച്ചാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഈ പൂ മാത്രം ഞങ്ങൾ കുറച്ച് അധികം പറിക്കാറുണ്ട് കേട്ടോ എന്നും. പിന്നെ ഉള്ളത് ദാ ഈ കോളാമ്പിപ്പൂ ആട്ടോ. ഇതാണെങ്കിൽ പടർന്നു പന്തലിച്ച് മരത്തിന്റെ മുകളിലേക്ക് പോയി. എങ്കിലും കിട്ടുന്നതൊക്കെ മാക്സിമം പറിച്ചെടുക്കാൻ നോക്കൂ കേട്ടോ. എല്ലാ ദിവസത്തെയും പൂക്കളം ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾക്ക്. ഈ മഞ്ഞപ്പൂവും വെള്ളപ്പൂവും എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ ദാ വീട്ടിൽ നിൽക്കുന്നത് ഈ പൂവും. ഇത് ഞാൻ ലാസ്റ്റ് ആട്ടോ പറിക്കാറ്. കാരണം വേറൊന്നുമല്ല, നേരത്തെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇതളുകളൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. പൂക്കൾ കുറവായതുകൊണ്ട് ഇന്നലെ ഞാൻ 2 തരം ഇലകൾ പറിച്ച് ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ പൂക്കളത്തിന്റെ ഡിസൈനർ ബേബി ആയതുകൊണ്ട് എല്ലാ ദിവസത്തെ പൂക്കളത്തിനേക്കാളും ഇന്നലത്തെ പൂക്കളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞാനെന്നും എൻ്റെ വിശേഷങ്ങൾ പറയാറുണ്ട്. ഞാൻ ചോദിച്ചില്ലല്ലോ, നിങ്ങൾ പൂക്കളമൊക്കെ ഇടുന്നുണ്ടോ? വീട്ടിലെങ്ങനെയാ? ഇതുപോലെ ചാണകമൊക്കെ മെഴുകിയാണോ നിങ്ങൾ പൂക്കളിടാറ്? പറ്റുന്നത്ര കടയിൽ നിന്ന് പൂക്കൾ വാങ്ങാതെ ഇതുപോലെ പറിച്ചിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല അവസാന ദിവസം വരെ ഇത്രയും പൂക്കൾ കിട്ടുമെന്ന്. വീഡിയോസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.